ഞാൻ ഇന്ന് ഉച്ചവരെ ഒരു മതിൽ പുട്ടിയിട്ട് പെയിന്റ് അടിച്ചിട്ടാണ് ഈ വരേണ്ടത്. ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം ഇല്ല എങ്കിൽ ഇതേ കയ്യടി കിട്ടാൻ പറഞ്ഞാലാണ് എൻ്റെ ജോലി പറഞ്ഞത്. വരേണ്ട ആവശ്യം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ 6 മണിക്ക് പോയിട്ട് 3:30 വരെ പൊരി വെയിലത്ത് പെയിന്റ് അടിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളെ വീട് പെയിന്റ് അടിക്കാൻ വരുന്ന, നിങ്ങളെ അയൽവാസികളെ വീട് പെയിന്റ് അടിക്കാൻ വരുന്ന ഒരു സാധാരണ മനുഷ്യൻ. ആ അർത്ഥത്തിൽ നിങ്ങൾ എന്നെ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ മസിൽ പിടുത്തം അങ്ങ് പോകും. ഈ താടി മാത്രമേ ഉള്ളൂ, ഈ കതറിന്റെ കുപ്പായം, വേറെ കാര്യമായിട്ട് ഒന്നും ഉള്ളിലില്ല. സുധീരേട്ടൻ അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എന്നെ വായിക്കുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ഭാഷയെ പറ്റി എന്തെങ്കിലും പറയുന്നത് ഇനി സുധീർ എന്നുള്ള ഏട്ടൻ എന്ന് വിളിക്കുന്ന സുധീരേട്ടനാണ്. സുധീരേട്ടൻ പറയുമ്പോഴാണ് ഞാൻ എൻ്റെ ഭാഷ വേദനയുടെ ഭാഷയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ സ്വാഭാവികമായ കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ അനുഭവങ്ങൾ. പക്ഷെ അത് മറ്റൊരാളെ വീക്ഷണത്തിൽ നിന്ന് കാണുമ്പോൾ വേറെ ഒരു കാഴ്ചയായിരിക്കുമല്ലോ. എന്തായാലും എന്നെ പറഞ്ഞ് അധികം പറഞ്ഞാൽ അത് തള്ളി മറിക്കുക, ബോറായി പോകും പരിപാടി എന്തായാലും ഇപ്പോഴത്തെ ഭാഷയിൽ. എന്നാലും മറ്റൊന്നും പറയാനില്ല. എന്നോട് എൻ്റെ പുസ്തക വായനയൊക്കെയാണ് വിഷയം തന്നിട്ടുള്ളത്. എൻ്റെ വായന ഇപ്പോൾ അവസാനം എൻ്റെ കയ്യിലുള്ളത് അഖിൽ പി ധർമ്മജൻ്റെ പുതിയ പുസ്തകമാണ്. രാത്രി 12 മണിക്ക് ശേഷം. ഞാനത് വായിച്ചു തുടങ്ങിയിട്ടില്ല, കിട്ടിയിട്ടേ ഉള്ളൂ. നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, അറിയാം. അഖിലിനെ അറിയാത്തവരുണ്ടാവില്ല, നിമ്നെ അറിയാത്തവരുണ്ടാവില്ല ഈ കൂട്ടത്തിൽ. എന്നെ അറിഞ്ഞില്ലെങ്കിൽ പോലും. എന്നെ വായിച്ച ഒരാളാണെങ്കിൽ അഖിലിനെ നിമ്നെ വായിച്ച 10 പേരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ആ വിഷയത്തിൽ നിന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ വായനയെ പറയാം. പൊതുവേ ഇപ്പോഴത്തെ ഒരു എഴുത്തുകാർ, അഖിലാവട്ടെ നിമ്നയാവട്ടെ സുധീരേട്ട ഇരിക്കുന്നുണ്ട്, കേൾപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നതാണ്. നിങ്ങളല്ല, മുതിർന്ന എഴുത്തുകാർ പൊതുവെ ഒരു പുച്ഛഭാവത്തോടെ അല്ലെങ്കിൽ സാഹിത്യത്തെ കൊന്നുകൊല വിളിക്കുന്നു ഇവരെല്ലാം കൂടി എന്നുള്ള ഒരു ആരോപണം അഖിലിൻ്റെയും നിമ്നയുടെയും നേരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊക്കെ മലയാളത്തിൻ്റെ മധുരത്തിലേക്ക് പെറ്റു വീണപ്പോൾ ഞാനൊരു ബിരിയാണി ചെമ്പൊക്കെ എടുത്ത് ചാടും പോലെ ചാടി കയ്യും കാലൊക്കെ പൊള്ളിയ ആളാണ്. ഭാഷ പഠിക്കാൻ വലിയ പാടാണ്, മലയാളം പഠിച്ചെടുക്കാൻ, എഴുതാൻ, വായിക്കാൻ. നിങ്ങളത് സ്വാഭാവികമായിട്ട് കിട്ടിയ കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വില അറിയുന്നവരും അറിയാത്തവരുണ്ടാവും. എനിക്കിത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറയാൻ കാരണം, മുതിർന്ന എഴുത്തുകാർ പലപ്പോഴും ഒരു പരിഹാസ ചൊവ്വയോടെയാണ് പറയുക. അതേ ആൾക്കാർ തന്നെ ചേതൻ ഭഗത്തും വിക്രമസിംഹത്തൊക്കെ എഴുതുമ്പോൾ പൾപ്പ് ഫിക്ഷൻ എന്നൊരു മിനുക്ക ഭാഷയിൽ പറയും. ആ സാധനം തന്നെ ഇവരും എഴുതുന്നത്. ഒന്ന് അത്. രണ്ട്, ലക്ഷക്കണക്കിന് വായനക്കാരെ ഈ കൊറോണയ്ക്ക് ശേഷം ഈ 2 എഴുത്തുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രസാധകരെ രക്ഷപ്പെടുത്തി, മാൻകൈൻഡ് ലിറ്ററേച്ചറിൽ നിന്ന് പ്രസാധകൻ തന്നെ രക്ഷപ്പെട്ടു. ഈ വായനക്കാർ മുഴുവൻ അഖിലിനെയും നിമ്നെയും വായിച്ചിട്ട് വായന നിർത്തിപ്പോകുന്ന ഒരിക്കലും കരുതുന്നില്ല. എന്നെ വിളിക്കുന്ന കുട്ടികളൊക്കെ അവരെ വായിച്ചിട്ടാണ് എന്നെ വായിച്ചെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒരു പുസ്തകം എഴുതിയാൽ അഖിലിൻ്റെത് 1,00,000 കോപ്പി വിറ്റ് പോയെങ്കിൽ എൻ്റെത് 10 കോപ്പിയെങ്കിലും വിറ്റ് പോയില്ലേ. ആ അർത്ഥത്തിലാണ് ഞാൻ അതിനെടുക്കുക. വായനക്കാരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചർച്ച ചെയ്യേണ്ട വായനക്കാരാണ് ഞാനല്ല. ഞാൻ എഴുതുന്ന ആളാണല്ലോ. എനിക്ക് എൻ്റെ എഴുത്തത്തിൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇപ്പോഴും വന്നിട്ടില്ല. പിന്നെ അവരെ വിലയിരുത്താൻ വയ്യ. 2, എല്ലാവരും എഴുതുന്നുള്ള പരാതി ഇപ്പോൾ വ്യാപകമാണ്. എന്ന് വെച്ചാൽ പഴയ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ചെറുമനെ എഴുതണോ മണ്ണാനെ എഴുതണോ അങ്ങനെ ഒരു വർത്താനം ഉണ്ടല്ലോ പണ്ട് തന്നെ. ഒരു കാലത്ത് അങ്ങനെയാണ്, ഉമ്രാനും ഉമ്രാട്ടിയും മാത്രമേ എഴുതുക, അടിയങ്ങൾ വായിക്കുക. ആ കാലം പോയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ നേരിട്ട ആരോപണം അതായിരുന്നു, പെയിൻ്റ് അടിക്കാരൻ എഴുതണു. പെയിൻ്റ് അടിക്കാരനെ എഴുതാം, ഈ മൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനെ എഴുതാം, സുധീരേട്ടനെ എഴുതാം, ഈ ഇരിക്കുന്ന ആർക്കും എഴുതാം, ഭാഷ വഴങ്ങുന്ന ആർക്കും എഴുതാം. മറ്റത് ഒരു വികലമായ കാഴ്ചപ്പാട്. ഇന്ന ആളുകളെ എഴുതുക, ഇന്ന പേരെ കാലത്തും വായിക്കുക എന്നുള്ളത് ശരിയല്ല. എല്ലാവർക്കും എഴുതുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് എഴുത്തുകാർ കടന്നു വരുന്നുണ്ട്. എഴുത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വായന മരിക്കുന്നു എന്നുള്ള നിലവിളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂരജ് പറഞ്ഞ പോലെ നിലവിളി ശബ്ദം എന്ന് പറയും പോലെ വർഷം അല്ലെങ്കിൽ 10 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ വരും. വായന മരിക്കുന്നു, പുസ്തകം മരിക്കുന്നു. പക്ഷേ വിറ്റുപോകുന്ന പുസ്തകങ്ങളൊക്കെ എവിടെ? ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ വായിച്ചു തുടങ്ങുന്നത് ഒരിക്കലും ഒ.വി. വിജയനോ എം.ടിയെയോ ദസ്തയേവ്സ്കിയോ ഒന്നുമല്ല. എല്ലാവരും ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും നല്ല വായനക്കാരൻ സുധീർ സാറാണ്. അദ്ദേഹം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദസ്തയേവ്സ്കിയെ വായിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു സോഫ്റ്റ് എഴുത്ത്. ഞാനൊക്കെ വായിച്ചത് മുട്ടത്ത് വർക്കി, കാനം ഇ.ജെ, ജോസി വാകമറ്റം, ഇവരൊക്കെ വായിച്ചാണ് ഞാൻ ഒ.വി. വിജയനിലേക്കും ബഷീറിലേക്കും എം.ഡിയിലേക്കും ഒക്കെ എത്തിയത്. അതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾ അഖിലിനെ വായിച്ച്, നിമ്നയെ വായിച്ച്, അബ്ബാസിനെ വായിച്ച് മെല്ലെ മെല്ലെ അവരും യഥാർത്ഥം എന്ന് നമ്മൾ കരുതുന്ന സാഹിത്യത്തിലേക്ക് കടക്കും. അവരെ സംബന്ധിച്ച് യഥാർത്ഥ സാഹിത്യമാണ്, അവർ കംഫർട്ടാണ് അവിടെ. അതേ വാദമാണ് ഈ പുസ്തകങ്ങൾ പെരുക്കുന്നു. ഇപ്പോൾ ഒരു മുതിർന്ന എഴുത്തുകാരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്, ആളെ നിങ്ങൾക്കൊക്കെ അറിയാം, അതുകൊണ്ട് പേര് പറയേണ്ട ആവശ്യമില്ല. അവരിത് പരസ്യമായിട്ട് പറയുന്നതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ചെറുകിട എഴുത്തുകാർക്ക് ഇത് പറയേണ്ടി വരേണ്ടത് പോകുന്ന വേദിയിലൊക്കെ. ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ 50 പേര് പുസ്തകമായിട്ട് ചുറ്റും വരുന്നുണ്ട്, 50 എഴുത്തുകാരുണ്ട് എന്നുള്ളത്. 50 എഴുത്തുകാരാണുള്ളത്, 50 MDMA വെക്കുന്നവരല്ല, 50 മദ്യം വെക്കുന്നവരല്ല, 50 കഞ്ചാവ് വെക്കുന്നവരല്ല. അത്തരം പ്രശ്നങ്ങൾക്കെതിരെ ഈ പറയുന്ന എഴുത്തുകാർ ഒരു കുറിപ്പ് പോലും ഇട്ടതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ ആരോപണം ഉന്നയിക്കുന്നവർ എല്ലാവരും എഴുതുന്നു, പുസ്തകം തടഞ്ഞിട്ട് നടക്കാൻ വയ്യ, മാറി നടന്നാൽ മതിയെന്നേ. പുസ്തകം ഇവിടെ വായിക്കുന്നവർ വായിച്ചോട്ടെ, എഴുതുന്നവർ എഴുതിക്കോട്ടെ. അതേസമയം കുട്ടികൾ ഈ രാസലഹരി ഉപയോഗിച്ചിട്ട് എന്തൊക്കെ അക്രമങ്ങൾ കാട്ടിക്കൂട്ടണു, അതിനെതിരെ ആരും പ്രതികരിച്ച് കാണാറില്ല. ഇത് പാവം ഒരു പുസ്തകം എഴുതിയ ചെറുപ്പക്കാരൻ്റെയോ ചെറുപ്പക്കാരുടെ നെഞ്ഞത്തോട്ട് ആർക്കും കയറാലോ.
ഇത് പുസ്തകമാണ്. ഒരു ലൈറ്റർ വരച്ച് നിങ്ങളിങ്ങനെ കാണിച്ചാൽ അത് കത്തിപ്പോവും. തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല. അപ്പോൾ ജാഗ്രത പുസ്തകങ്ങൾ അധികം ഇറങ്ങുന്ന കാര്യത്തിലല്ല, മറ്റ് ചില സ്വാധീനങ്ങൾ നമ്മളെ യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിൽ വരുന്നുണ്ടല്ലോ. അതിനെതിരെയാണ് എഴുത്തുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത് നിരന്തരം. പുസ്തകം എഴുതാൻ കഴിയുന്നവരൊക്കെ എഴുതട്ടെ. ഇത് ഞാൻ അങ്ങനെ വന്ന ഒരാളായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ഫേസ്ബുക്ക് എന്നൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ അബ്ബാസ് എന്നുള്ള എഴുത്തുകാരൻ ഉണ്ടാവില്ല. എന്നെ തുടക്കത്തിൽ ഫേസ്ബുക്കിൽ വായിച്ചവർക്കൊക്കെ അറിയാം. ഞാൻ അതിൽ എഴുതിയിട്ട കുറിപ്പുകളാണ് ഏകദേശം ഒരു 300 ചില്ലറ വായനാക്കുറിപ്പുകളിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ഉണ്ടാവുന്നത്. 36 കുറിപ്പുകൾ എടുത്തിട്ട് ഒരു പെയിൻറ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ. അപ്പോൾ ആ പേര് കേട്ടപ്പോൾ പലരും വിചാരിച്ചു പെയിൻറ് പണിക്കാരൻ ജപ്പാനിലും യൂറോപ്പിലൊക്കെ പോയതിൻ്റെ കഥയാവും. അങ്ങനെ ആ പേര് കൊണ്ട് ആ പുസ്തകം കുറച്ചൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ അതൊന്നും അല്ല. അത് ഞാൻ വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള പുസ്തകമാണ്. അത് എഴുതി ഇങ്ങനെ നമുക്ക് മടുക്കുമല്ലോ. എന്തോ ഒരു പരിധി എത്തുമ്പോൾ ആൾക്കാർ വല്ലാതെ പൊക്കൽ തുടങ്ങി എന്നെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ. ഞാൻ എന്തോ വലിയ സംഭവമാണ്, മറ്റൊരു ബഷീറാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് പാര വരുന്നുണ്ട്, നല്ല പാര, പണി വരും പിന്നാലെ. അപ്പോൾ ഞാൻ ആ പുസ്തക വായന അവിടെ നിർത്തിയിട്ട് എൻ്റെ അനുഭവങ്ങൾ എഴുതാൻ തുടങ്ങി. ആ അനുഭവം എഴുതുന്നതിന് മുമ്പേ സുധീരേട്ടനെ പോലുള്ള വായനക്കാർ എഴുത്തുകാരൻ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അനുഭവം എഴുതുമ്പോഴാണ് അദ്ദേഹം എൻ്റെ ഭാഷ വേദനയുടെ ഭാഷയാണെന്ന് പറയാൻ കാരണം. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരൻ്റെ ഭാഷയും വേദനയുടെ ഭാഷയാണ്. അബ്ബാസിന് എന്തുകൊണ്ടോ അത് എഴുതാൻ പറ്റി, അല്ലെങ്കിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റി. അതിന് കഴിയും. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്, ഈ അങ്ങാടിയിൽ ഓട്ടോ ഓടിക്കുന്ന മനുഷ്യരുണ്ടാവും. അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് അനുഭവങ്ങളുണ്ട്. ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വളരെ ഭംഗിയിൽ യൂണിഫോം അണിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നമ്മൾ കാണുന്നുണ്ടാവും. നമ്മൾ കാണും. എൻ്റെ മക്കളോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത്, വലിച്ചു വാരിയിട്ട് ഒന്നും എടുക്കാതെ നമ്മൾ ഇറങ്ങിപ്പോവും. അവരുടെ സാലറി എത്രയാണെന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതി. 8000, 9000. അവരൊക്കെ ജീവിതം പറയാൻ തുടങ്ങിയാൽ ഞാനും MD എന്ന് ജീവിച്ചിരിക്കേണ്ടി അദ്ദേഹം വരെ ഇറങ്ങി ഓടേണ്ടി വരും. കാരണം അത്രയും ദുരിതമാണ് അവരൊക്കെ ജീവിതം. കൊച്ചിയിൽ നമ്മൾ കണ്ടു, അവർക്ക് മൂത്രം ഒഴിക്കാൻ ഒരു സ്ഥലമില്ല. ആർത്തവ സമയത്ത് ആ പേട് മാറ്റാൻ ഒരു സ്ഥലം കൊടുക്കുന്നില്ല. തൊഴിലെടുത്ത അവകാശം പോലുമില്ല. അപ്പോൾ ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന രീതികൾ ഒരുപാടുണ്ട്. ഇത് കൃത്യമായിട്ട് അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ. ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ മലയാളിക്ക് ഇച്ചിരി രാക്കം വന്നിട്ടുണ്ട് ആ നീതി നേരിടുന്ന കാര്യത്തിൽ. നമ്മൾ ബംഗാളികൾ എന്ന് പുച്ഛത്തോടെ വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരുടെ വന്നിട്ട് തേപ്പ് പണി, പടവ്, എൻ്റെ മലപ്പുറം ഭാഷയായി പറയുന്നുണ്ട്, പടവ്, തേപ്പ്, ടൈൽസിൻ്റെ പണിയൊക്കെ എടുക്കും, കരാറെടുക്കും. എന്നിട്ട് അവർ ആ വീട്ടിൽ താമസിച്ച പണിയെടുക്കുക. വീട് പണി പൂർത്തിയായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ രാവിലെ 6 മണിക്കൊക്കെ ജോലി തുടങ്ങിയ രാത്രി 11, 10 വരെ പണിയെടുത്താണ് അവർ ഇച്ചിരി ലാഭം മിച്ചം പിടിക്കുന്നത്. അത് ഈ മുതലാളി കൂലിയെ കണക്കൂട്ടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പുസ്തകം വായിച്ചിട്ട് പലരും എന്നോട് പറഞ്ഞു, അബ്ബാസിന് എന്താ തല്ലി വാങ്ങിച്ചുകൂടെ, ചവിട്ടി വാങ്ങിച്ചുകൂടെ? ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. ചവിട്ടി വാങ്ങിച്ചുകൂടെ, തല്ലി വാങ്ങിച്ചുകൂടെ എന്നൊക്കെ. ഞാൻ പഴയ നക്സലേറ്റാനൊന്നും അല്ലാന്നേ, ഞാൻ ഇരിക്കുന്നത് ഞാനല്ലേ. ഇപ്പോഴും ഇപ്പോൾ ഒരാഴ്ച മുമ്പ് എനിക്ക് ഒരു മനുഷ്യൻ, പേര് തന്നെ പറയാം, അൽബിക്കുട്ടിയാജി എന്ന് വിളിക്കും, ഞങ്ങളുടെ നാട്ടിലുള്ള മനുഷ്യനാണ്. ഞാൻ നേരിട്ട് അതേ അനുഭവം. ഒരു തേപ്പുകാർ 5 ഇന്ത്യക്കാർ, അവർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട് 2 നില വീട്, 2 നില വീട്, അവർക്ക് താമസിക്കാനുള്ള വീട്, അതുകൂടി ഓർക്കുക നിങ്ങൾ. ആ വീടിൻ്റെ തേപ്പ് പണി കംപ്ലീറ്റ് കരാറെടുത്തിട്ട് പണിയൊക്കെ അവർ കഴിച്ചു കൊടുത്തു. എന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങിന് ക്ഷണിക്കുകയാണ്, വൈറ്റ് സിമെൻ്റ് അടിക്കാൻ. അത് പോയിട്ട് ഞാൻ കരാറ് പറയണം. അപ്പോൾ ഞാൻ പറയാൻ പോകുമ്പോൾ അവിടെ ഇന്ത്യക്കാരും ഈ മനുഷ്യൻ തമ്മിലൊരു വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് അലബിക്കുട്ടിയാജി എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, അബ്ബാസ് തേപ്പൊക്കെ ഒന്ന് നോക്കാം, ഇത് ഭയങ്കര പ്രശ്നമാണ്, അവിടെ കുയ്യുണ്ട്, ഇവിടെ കുണ്ടുണ്ട്, പല കുറ്റവും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിന് ഒരു പെയിൻറ്റർക്ക് ചെന്നാൽ തേപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഞങ്ങൾ റോളറും ബ്രഷും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിന് കുഴപ്പമൊന്നുമില്ല, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഉണ്ടോ ചോദിച്ചു. വേറെ ഇപ്പോൾ ഒരു 100 പണി എടുത്തിക്കാണ്ട് 180 പണീൻ്റെ കരാറാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരെപ്പോഴാണ് പണി തുടങ്ങിയെന്ന്. അവർ രാവിലെ 5:30 പണി തുടങ്ങിയിട്ട് രാത്രി 12, 11 മണി വരെ പണിയെടുത്ത് മിച്ചം പിടിച്ച കാശാണിത്. ചുരുക്കി പറഞ്ഞാൽ ഇത് തർക്കിച്ച് അവർക്ക് കിട്ടാനുള്ള 73,000 രൂപയിൽ വെറും 23,000 കൊടുത്തത്. 50,000 ഈ 2025 കൊടുക്കാൻ ബാക്കിയാണ്. അപ്പോൾ എൻ്റെ പുസ്തകം വായിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരുപാട് പേരുണ്ട്, അബ്ബാസിന് തല്ലി വാങ്ങിച്ചുകൂടെ. നടക്കണ കേസല്ല അതൊന്നും. നമ്മളെ നാട് അവനവന് താമസിക്കാനുള്ള വീടാന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ചെയ്യില്ല. കാലാകാലം ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ആ കുറ്റബോധം എല്ലാ കാലത്തുണ്ടോ. ഞാൻ ആ വീട്ടിൽ കിടന്നുറങ്ങാനുള്ളതാണ്, എൻ്റെ ഭാര്യയുമായിട്ട് ഇണചേരാനുള്ളതാണ്, എൻ്റെ മക്കളെ സ്നേഹിക്കാനുള്ളതാണ്, കെട്ടിപ്പിടിക്കാനുള്ളതാണ്, ആ വീടിനകത്ത് മരണം വരെ എനിക്ക് അവിടെ താമസിക്കാനുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനീതി ചെയ്യാൻ തോന്നില്ല. ഈ പറഞ്ഞത് ചുറ്റും അനീതികൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ്. മനുഷ്യനുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ. ഇത്തരം കാര്യങ്ങൾ ആരും ചർച്ചയ്ക്കെടുക്കുന്നില്ല. ഇത് അനുഭവിച്ച ആൾ എന്നുള്ള നിലക്ക് കുറച്ച് എഴുതിയത് കൊണ്ട് കുറച്ച് പേരെങ്കിലും ഇപ്പോൾ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, അബ്ബാസ്ക ഞങ്ങൾ പെയിൻറ്റർമാർക്ക് 10 മണിക്ക് ചായ കൊടുത്തു, ഉച്ചയ്ക്ക് ഞങ്ങൾ വറുത്ത മീൻ കൊടുത്തു, അത്രയെങ്കിലും സന്തോഷം. ഒരു എഴുത്തുകാരന് അത്രയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരൻ ഞാനെപ്പോഴും പറയാറുണ്ട്, അതൊരു വാർഡ് കൗൺസിലർക്ക് സാധിക്കുന്ന കാര്യം ഒരു എഴുത്തുകാരന് സാധിക്കില്ല. അത് എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയാം. എൻ്റെ അനിയൻ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡ് കൗൺസിലറും ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലറും പ്രതിപക്ഷ നേതാവുമാണ്. അവൻ കൗൺസിലർ ആയതിന് ശേഷം ഞങ്ങളെ വാർഡിൽ, ഞാൻ ഉൾപ്പെടുന്ന വാർഡിൽ, ഞാൻ വാടക വീട്ടിലാണ്,
14 വീടുകൾ ഉണ്ടാക്കാൻ പറ്റി. ഒരു എഴുത്തുകാരൻ വിചാരിച്ചാൽ എന്നാവും ഈ 14 വീട് ഉണ്ടാക്കുക. എനിക്ക് വീടില്ലാത്തവരുടെ പ്രശ്നം എഴുതാനേ പറ്റത്തുള്ളൂ. എനിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ അതിന് വേണ്ട സഹായത്തിന് പിന്നാലെ ഓടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വാർഡ് കൗൺസിലർക്ക് പോലും പറ്റുന്ന കാര്യങ്ങൾ ഒരു എഴുത്തുകാരനെ കൊണ്ട് സാധിക്കില്ല. അതിപ്പോൾ രാവിലെ ഇവിടെ വന്ന ബെന്യാമിൻ സാറായാലും അദ്ദേഹത്തെ കൊണ്ട് 15 പേർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എഴുത്തുകാരനെ താടിയൊക്കെ ഒഴിഞ്ഞ് കാലുമേൽ കാലും കയറ്റിയിരുന്ന് വലിയ ദർശനം പറയുന്ന കേട്ടാൽ നിങ്ങളൊക്കെ വിചാരിക്കും ഇവരാണ് വലിയ ആൾക്കാർ. അല്ല, നിങ്ങളെ ചുറ്റും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവും. യഥാർത്ഥ പ്രസ്ഥാനങ്ങളിൽ യഥാർത്ഥ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് വന്ന് വോട്ട് ചോദിക്കുകയും നിങ്ങളെ നിത്യ ജീവിതത്തിൽ ഒരു റേഷൻ കാർഡിൻ്റെ കാര്യം അതാവട്ടെ അതിനും അവർ വരും നിങ്ങളെ കയ്യിൽ. നിങ്ങളെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇതിലൊക്കെ ഇടപെടുന്ന രാഷ്ട്രീയക്കാർക്ക് ചെയ്യുന്ന അത്ര പോലും എഴുത്തുകാരന് ചെയ്യാനില്ല, കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എഴുത്തുകൊണ്ട് സമൂഹം നന്നാവുകയാണെങ്കിൽ തകഴിയും ബഷീറൊക്കെ എഴുതി മറിച്ച് അത്ര ഇതുവരെ ആരും എഴുതിയിട്ടില്ല എന്നാ എൻ്റെ വിനീതമായ അറിവ്. അതിനെ സാര അങ്ങനെ എഴുതിയ മനുഷ്യന്മാർ ഇല്ല. വായന എപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ ലഹരിയാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് 2-3 സിനിമയിൽ അഭിനയിച്ച ഒരു താരമാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ആൾ നിറഞ്ഞു കവിഞ്ഞിട്ട് ആകെ അടിപിടിക്കാരം പോലീസൊക്കെ വേണ്ടി വരും നിയന്ത്രിക്കാൻ, അല്ലേ? അപ്പോൾ എല്ലാ കാലത്തും വായിക്കുന്നവർ ഒരു ന്യൂനപക്ഷമാണ്. ഈ മുതിർന്ന എഴുത്തുകാർ ഇതുപോലെ വായന മരിച്ചു ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത് കുറ്റപ്പെടുത്തുന്നതാണ്, അല്ല. വായനയുടെ സ്വഭാവം മാറി. ഇപ്പോൾ കടലാസ് പുസ്തകങ്ങൾ വെക്കുന്നുണ്ട്. അത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കിൻഡിലും സ്റ്റോറി ടെല്ലിലൊക്കെ പുസ്തകങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കുട്ടികളുണ്ട്. കുട്ടികൾ വായിക്കുന്നുണ്ട് പുതിയ തലമുറ. പക്ഷേ അതിൻ്റെ രൂപം മാറിയിട്ടുണ്ട്. അത് എന്നെ പോലത്തെ ഫേസ്ബുക്ക് മാമന്മാർക്ക് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ കുഴപ്പമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വായിക്കുന്നില്ല എന്നുള്ളത്, മറ്റൊന്നുമല്ല. അതേപോലെ തന്നെ ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന എഴുത്തുകാർക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ വരാറുണ്ട്. എനിക്കൊരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ മാതൃഭൂമി DC ഒക്കെ ഏറ്റെടുത്തപ്പോൾ ആരോപണം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിൽ മുഴുവനായിട്ട് എഴുതപ്പെട്ടത് ഒരു നോവലാണ് കല്യാണിയും ദാക്ഷായണി എന്ന് ആ കഥ എന്നുള്ള നോവൽ മുഴുവനായിട്ടും ഫേസ്ബുക്കിൽ എഴുതിയിട്ടതിന് ശേഷമാണ് അത് പുസ്തകം മാതൃഭൂമിയാവുന്നത്. അത് അക്കാദമി അവാർഡ് വരെ എത്തി. അപ്പോൾ ഫേസ്ബുക്ക് ഒരു മോശം കാര്യമല്ല, നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ ആരെങ്കിലും മേത്ത് പൊങ്കാലിടാനും അത് ഉപയോഗിക്കാം, മതവർഗീയത പറഞ്ഞ് തമ്മിൽ തല്ലാനും അത് ഉപയോഗിക്കാം. അതിപ്പോൾ ഈ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ആളെ കൊല്ലുകയും ചെയ്യാം, രക്ഷിക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോഴൊരു പരിപാടിയാണ്. ഫേസ്ബുക്കിൻ്റെയോ മൊബൈലിൻ്റെയോ കുഴപ്പമല്ല, നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ്. അതുപോലെ കുട്ടികൾ റീൽസ് കാണുന്നു, വായിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ട് കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ കുട്ടികൾ റീൽസ് കാണാറുണ്ട്, വായിക്കുന്നുമുണ്ട്. ഈ റീൽസ് കാണുന്ന അത്ര മോശം പരിപാടിയൊന്നും അല്ല. നിങ്ങളൊരു മനോഹരമായിട്ട് കയ്യിൽ നിങ്ങൾ മൈലാഞ്ചി ഇട്ടു, നിങ്ങളത് വീഡിയോ എടുത്ത് റീൽസ് ചെയ്തു, എനിക്കത് കാണുന്നതിൽ സന്തോഷമുള്ളൂ. അതൊരു കലാപ്രവർത്തനമാണെന്ന് ഞാൻ പറയും. ഒരു ഒരു എഴുത്തുകാരെ എഴുതുന്ന പോലെ തന്നെ, ഒരു ചെറുകഥ എഴുതിയ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ മൈലാഞ്ചി ഇട്ട് ആ വീഡിയോ വളരെ ഭംഗി പിടിച്ച് നിങ്ങൾ ഇൻസ്റ്റയിലിട്ടു, അതും ഒരു കലാപ്രവർത്തനമാണ്. പക്ഷേ താടിയുള്ള ബുദ്ധിജീവികൾ സമ്മതിച്ച് തരൂല നിങ്ങൾക്കത്. നിങ്ങൾ തോണ്ടി തോണ്ടി കേടുവരാണെന്ന് പറയും. നിങ്ങൾ ഇൻസ്റ്റയിൽ തോണ്ടി തോണ്ടി എപ്പോഴും തോണ്ടല്ലടാ പണിയെന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ, അല്ലേ? ഫോണൊന്ന് വെക്കാൻ നേരണ്ടോ, എനിക്കത് വെച്ച് കാണെങ്കിൽ വരാൻ നേരണ്ടോ എന്ന് കേൾക്കാത്ത ഒരു ചെറുപ്പക്കാരിയും ഉണ്ടാവില്ല. തോണ്ടൽ ഞാനും ചെയ്യുന്ന ആളാന്നേ. എനിക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, മക്കളുണ്ടാക്കി തന്നാണെങ്കിൽ ഇൻസ്റ്റയിൽ. അപ്പോൾ അവിടെയും നടക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ആനുകാലികങ്ങൾ വരുന്ന കവിതയേക്കാൾ മനോഹരമായ കവിതകൾ ഇൻസ്റ്റയിൽ ചെയ്തിടുന്ന കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഒരു 18-19 വയസ്സുള്ള കുട്ടികൾ ഇൻസ്റ്റയ്ക്ക് ഒരു പേജിന് കണക്കുണ്ട്, ഇത്ര എഴുതാൻ പറ്റുള്ളൂ നമ്മുടെ വാക്കുകൾ. അപ്പോൾ അവർ വളരെ ചുരുക്കിനോടത്തോളം അതിൻ്റെ ഒരു കരുത്ത് കൂടുന്നുമുണ്ട്. മനോഹരമായ കവിതകൾ, പ്രണയം മാത്രമൊന്നുമല്ല, രാഷ്ട്രീയമൊക്കെ പറയുന്ന മനോഹരമായ കവിതകൾ ഇൻസ്റ്റയിലൂടെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ വായന എല്ലാ കാലത്തും ഒരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ലഹരിയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ കാര്യമാണ്. അത് ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ കാര്യമേ അല്ല നമ്മുടെ നാട്ടിലെങ്കിലും. അപ്പോൾ നിലവിൽ ഇപ്പോഴും വായനക്കാരുണ്ട്, അത്രയും തന്നെ എഴുത്തുകാരുണ്ട്. അതൊരു മോശം കാര്യമല്ല. അങ്ങനെ ഒരു ആക്ഷേപം കൂടിയുണ്ട്, വായനക്കാർക്ക് കൂടുതൽ എഴുത്തുകാരുണ്ട്. എഴുതുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം എത്രത്തോളം റിസ്ക് അതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു പുസ്തകം എഴുതുന്ന ആൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോളൂ. വായിക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഇനിയും ഞാൻ വായനയെ എഴുത്തിനെ പറ്റി വല്ലതും പറഞ്ഞാൽ ബോറാവും. ഇനി നിങ്ങൾ എന്തെങ്കിലും എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, ഞാൻ അതിന് മറുപടി പറയാം. വലിയ വലിയ കാര്യങ്ങൾ പറയാൻ പറ്റിയ ഒരാളെ അല്ല ഞാൻ, സാധാരണ മനുഷ്യനാണ്. വളരെ കുറഞ്ഞ വായനയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലാസ്റ്റ് പുസ്തകം, ഞാൻ വായിക്കുന്ന അവസാന പുസ്തകം അഖിലിൻ്റെ ആ പുസ്തകമാണ്, പുതിയത് തുറന്നിട്ടില്ല. പിന്നെ മാതൃഭൂമി ബുക്സിന് വേണ്ടി എൻ്റെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് ലോക ക്ലാസിക് കഥകളിലെ ഒരു 10 കഥകളുടെ ആസ്വാദനം ഞാൻ എഴുതുന്നുണ്ട്. 150 വർഷം മുമ്പ് എഴുതപ്പെട്ട കഥകളാണ്. അത് വായിച്ചാൽ നമ്മളിപ്പോഴും അന്തം വിടും. സുധീർ സാരി ഇരുത്തി പറയുമ്പോൾ എനിക്കെന്നെ ലജ്ജയുണ്ട്. അത്തരം കഥകൾ നമുക്കിപ്പോഴും മലയാളത്തിൽ കിട്ടിയിട്ടില്ല. കെയ്റ്റ് ചോപ്പിനാന്ന് തോന്നുന്നു അവരൊരു കഥ, 1 മണിക്കൂറിൻ്റെ കഥ എന്നുള്ളൊരു കഥ ഞാൻ വായിച്ച ആകെ അന്ന് കിളി പോയി രാത്രി. പിന്നെ ദ ക്രൂസിഫിക്കേഷൻ ഓഫ് ഓൺ ദ ഡേയോ, കുരിശുമരണത്തിൻ്റെ ആ ദിവസം യേശുക്രിസ്തുവിനെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോവുക. ആ ദിവസമാണ്, ചരിത്രപ്രധാനമായ ദിവസമാണ്. അന്ന് അതിലെ കഥാനായകന് പല്ലുവേദനയാണ്. ഈ പല്ലുവേദനയുള്ളതാണ് യേശുക്രിസ്തുവിനെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വിചാരിക്കുന്നത് ക്രിസ്തു ഒരു
അന്ധന് കാഴ്ച കൊടുക്കുകയും കുഷ്ഠരോഗം മാറ്റുകയൊക്കെ ചെയ്ത വ്യക്തിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ പല്ലുവേദന യേശുക്രിസ്തു മാറ്റിയാലോ? അക്കാലത്ത് 150 വർഷം മുമ്പ് അങ്ങനെ ചിന്തിച്ച് വളരെ ഭംഗിയായിട്ട് എഴുതിയ കഥകളാണ് ഞാൻ ഇപ്പം അവസാനം വായിച്ചത്. അപ്പോൾ അക്കാലത്തും ഇക്കാലത്തും നല്ല കഥകൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഏറ്റവും മലയാളത്തിൽ വായിച്ചത് മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പിൽ 1ാം സമ്മാനം കിട്ടിയ സാഫി പൂവത്തിങ്കലിൻ്റെ ആ കഥ. അതിനെതിരെയും വന്നു കുറേ വിമർശനങ്ങൾ. അതിലെന്തോ മലപ്പുറം ഭാഷയാണ്, ഒട്ടും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്താ പറയുക, ഒപ്പോളും ഒരു വള്ളുവനാടൻ ഭാഷയൊക്കെ മനസ്സിലാവുമെങ്കിൽ, കല്യാണിയും ദാക്ഷായണിയും മനസ്സിലാവുമെങ്കിൽ തീർച്ചയായിട്ടും ഇതും മനസ്സിലാവും. അത് മറ്റൊരു വശമാണ് അതിൻ്റെ. ഞാൻ അങ്ങോട്ട് കടക്കണില്ല, കുറച്ച് വിവാദമായേക്കുന്ന പ്രശ്നമാണ്. ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതാണ് മാനക ഭാഷ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയല്ല. അത് ഓരോ ജില്ലയ്ക്ക് ഉള്ളിൽ പോലും പ്രാദേശിക ഭാഷയുണ്ട്. ഞാൻ പറയുന്ന മലപ്പുറം മലയാളം ആവില്ല നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വായന നടക്കുന്നുണ്ട്. 1.5 നൂറ്റാണ്ട് മുമ്പ് എഴുതിയ കഥയും ഞാൻ വായിക്കുന്നുണ്ട്. കിട്ടുന്ന സമയം കൊണ്ട് വായിക്കുന്നുണ്ട്. സമയം നിങ്ങൾക്കും എനിക്കും നരേന്ദ്രമോദിക്കും പിണറായിക്കും ഒക്കെ 24 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ വായിക്കാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. 8 മണിക്കൂർ ജോലി എടുത്തിട്ട് എൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വായിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി വായിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്കൊന്നും വരാനില്ല നിങ്ങൾ വായിച്ചാലും ഇല്ലെങ്കിലും. അതുപോലെ തന്നെ നിങ്ങളോട് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ പലവട്ടം ഞാനത് പറയുന്നു. നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അപ്പോഴേ ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ച് മടുക്കും. എൻ്റെ കാര്യത്തിൽ വായന രൂപപ്പെടലും ഒരു അച്ചിൽ വാർക്കുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒരു ബിരിയാണി ചെമ്പിലേക്ക് ചാടും പോലെ ഭാഷ പഠിക്കാൻ എടുത്ത് ചാടിയ കുട്ടിയെന്ന് ഞാൻ. ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ അറിയാതെ, തമിഴ് പഠിച്ചതുകൊണ്ട് മലയാളം ബസ്സിൻ്റെ ബോർഡ് പോലും വായിക്കാൻ അറിയാതെ ബസ് മാറി കയറി വഴിയിൽ ഇറക്കി വിടപ്പെട്ട്, അന്ന് 2 രൂപയാണ് മിനിമം ചാർജ്. അതും കൂടി ആ കണ്ടക്ടർ വാങ്ങിയെടുക്കും. കാരണം ഞാൻ മലയാളത്തിൽ അദ്ദേഹത്തോട് പറയുന്നത്, എനിക്ക് മലയാളം പറയാൻ അറിയാം. എനിക്ക് ബസ്സിൻ്റെ ബോർഡ് ബജ്ജ് വായിക്കാൻ അറിയാതെ അവനോട് മലയാളത്തിലാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പിക്കുമല്ലോ ഈ കക്ഷി ഉടായിപ്പാണ്, എന്തോ തരികിടയണമെന്നാണ്. എനിക്ക് രാത്രിക്ക് തന്നെ ഇറക്കി വിടും. അങ്ങനെ വഴിയിൽ ഇറക്കി വിടപ്പെട്ട് അപമാനിതനായപ്പോൾ നിർബന്ധമായിട്ടും എനിക്ക് ഭാഷ പഠിക്കേണ്ടി വന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ മാത്രമല്ല, മലപ്പുറത്ത് ഇഷ്ടം പോലെ കുട്ടികളുണ്ടാവും. ഈ 10ാം ക്ലാസ്സൊക്കെ പാസ്സായിട്ട് ഒരു കാലത്ത് മലയാളം തന്നെ മര്യാദക്ക് അറിയില്ല. അവർ വയസ്സൊക്കെ കൂട്ടി പാസ്പോർട്ട് എടുത്ത് ദുബായിക്ക് പോകും. പോയിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ വരുമ്പോൾ അറബി, ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, പറ്റുമെങ്കിൽ ഫ്രാൻസ്, കിട്ടുന്ന ഭാഷയൊക്കെ ഫ്ലൂവൻ്റായിട്ട് വന്ന് സംസാരിക്കുന്നതാണ് അടിപൊളിയായിട്ട്. ആ രാജ്യത്തേക്കാൾ വളരെ മനോഹരമായിട്ട് മലയാളി. എൻ്റെ കാര്യത്തിൽ ഞാൻ ജീവിക്കാൻ വേണ്ടി പഠിച്ച ഭാഷയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വായനയേക്കാൾ ഇച്ചിരി തീവ്രത എൻ്റെ വായനയ്ക്ക് കൂടും. ഭാഷ പഠിക്കാൻ വേണ്ടിയാണ് എൻ്റെ വായന തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങോട്ടുള്ള യാത്ര എനിക്ക് 3/4 മണിക്കൂറാണ് കോട്ടക്കലിൽ നിന്ന്. തിരിച്ച് 3/4 മണിക്കൂർ. 1.5 മണിക്കൂർ വായിക്കാനൊരു പുസ്തകം എൻ്റെ ബാഗിലുണ്ട്. അത് ഞാൻ അങ്ങനെ ഭാഷ പഠിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്കത് സാധിച്ചുകൊള്ളുന്നില്ല. ഇല്ല, ഒരു യാത്രയിൽ 3/4 മണിക്കൂറെങ്കിലും വായനയ്ക്ക് ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. എൻ്റെ കാര്യത്തിൽ പിരാന്തോളം എത്തിയ വായന. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു, ഓന് ഓതി 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 മറിഞ്ഞതാണ്. അപ്പോൾ എൻ്റെ വായനയെ അങ്ങനെ കണക്കിലെടുക്കണ്ട. നിങ്ങളൊക്കെ വായിക്കാൻ നിന്നാൽ ചുറ്റിപ്പോകും. 3/4 മണിക്കൂറാണ് ക്യാപ്പ്. അപ്പോൾ ഞാൻ വായിക്കാൻ പുസ്തകം എടുത്ത് വെച്ചു. വായന രൂപപ്പെടുന്നത് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. പലചരക്ക് സാധനങ്ങൾ ഒരു കടലാസിൽ എഴുതി കൊണ്ടുവന്നിട്ട്, ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെ ഫാൻസി കടയിൽ കയറി പരിപ്പ് ചോദിച്ച ആളാണ് ഞാൻ. എനിക്ക് ഫാൻസി അന്ന് ഇംഗ്ലീഷിൽ എഴുതി വെക്കില്ലായിരുന്നു. ഫാൻസി എന്ന് മലയാളത്തിൽ തന്നെ എഴുതുള്ളൂ. എനിക്കത് വായിക്കാൻ അറിയില്ല അന്ന്. അന്നിങ്ങനെ തൂക്കിയിടുന്ന പരിപാടിയില്ല, ഫ്രണ്ട് ചില്ലില്ല. അപ്പോൾ അവിടെ കയറി പരിപ്പ് ചോദിച്ച ആളാണ് ഞാൻ, അരിയും പരിപ്പും. പലചരക്കടയിൽ കിട്ടേണ്ട സാധനം. അപ്പോൾ ആ കുട്ടിക്ക് നിർബന്ധമായിട്ടും ഭാഷ പഠിച്ചേ പറ്റൂ. അത് ഞാൻ മാത്രമല്ല, അങ്ങനെ പഠിച്ചിട്ട് ഇഷ്ടംപോലെ മനുഷ്യർ ഭാഷ പഠിച്ചിട്ടുണ്ട്. അവർക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. ഞാൻ അതാ പറഞ്ഞു വന്നത്, ഈ നഗരത്തിലെ എത്ര മനുഷ്യർ ജീവിക്കാൻ വേണ്ടി മല്ലിടുന്നുണ്ട്. അവർക്ക് എവിടെ സാഹിത്യം വായിക്കാൻ സമയം? അവർക്കിവിടെ ഇത്തരം വേദികൾ വന്നിരിക്കാൻ സമയം? ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടോടെ പാവങ്ങൾ. അതിനിടയിൽ സാഹിത്യവും സിനിമ വർക്കൗട്ടാവും. ചിലപ്പോൾ സിനിമയ്ക്കൊക്കെ പോയി എന്ന് വരാം. ഇതിനവർക്ക് സമയം കിട്ടില്ല. അവരെ കുറ്റപ്പെടുത്താനില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്താറില്ല. എന്നെ വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷം എന്ന് പറയാം. ഓട്ടോ ഡ്രൈവർമാരൊക്കെ പരിചയപ്പെട്ട് വരുമ്പോൾ. കാരണം അവർക്കതിന് സമയമില്ല. ആർക്കതിന് സമയമുള്ളത്? സമയം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കണ്ടെത്തേണ്ട വേണ്ടി വരും അല്ലേ? ഒരു സിനിമാ താരമാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല ഈ വേദി. വളരെ ആഹ്ലാദവും പൊട്ടിച്ചിരിയും കയ്യടിയും എല്ലാം കൂടെ ആയിട്ട് ജക്കപ്പൊക്കെ ഇരിക്കാൻ അവിടെ. അതേസമയം ഇനിയിപ്പോൾ ബെന്യാമിൻ സാറിവിടെ വന്നുപോയി. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? അതല്ല. അപ്പോൾ വായന മറ്റൊരു തലമാണ്, മറ്റൊരു ലഹരിയാണ്. പുകവലി പോലെ, എന്നോട് ചോദിച്ചാൽ പുകവലി പോലെ, കഞ്ചാവ് പോലെ, MDMA പോലെ വായനയും ഒരു ലഹരിയാണ്. പക്ഷെ നല്ല ലഹരിയാണ് എന്ന് നമ്മൾ കരുതണം. എൻ്റെ ഉമ്മയൊക്കെ വിചാരിച്ചത് ഇതൊരു മോശം ലഹരിയാണ്, ഇവന് പിരാന്തായി എന്നാണ്. തീരുമാനിക്കേണ്ടത് നമ്മളല്ല. നമ്മൾ 2 പക്ഷത്താണ്. ഇത് രണ്ടും തീരുമാനിക്കേണ്ടത് മറ്റൊരു പക്ഷമാണ്. വായന അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രം വായിച്ചു തുടങ്ങിയ മനുഷ്യനാണ് ഞാൻ. ബാലഭൂമി, ബാലമംഗളം, മംഗളം, മനോരമ, ജനനി, കുങ്കുമം, സഖി, കിട്ടാവുന്നതൊക്കെ അരിച്ചു പൊറുക്കി വായിക്കുക. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയത്. ഭാഷ അങ്ങനെ കഠിനമായി ഭ്രാന്തമായിട്ട് വായിച്ചിട്ട് നേരം വെളുക്കോളൊക്കെ ഇരുന്ന് വായിച്ച ദിവസങ്ങളിൽ എനിക്ക്. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ മടിച്ചു നിൽക്കണ്ട. എൻ്റെ എഴുത്തിനെ പറ്റിയല്ല, നിങ്ങളിപ്പോൾ നിലവിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തെ പറ്റിയും ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയും. ചൊവ്വയിൽ ജീവനുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ഞാൻ വളരെ കൂളായിട്ട് പറയുകയും ചെയ്യും. കാരണം എനിക്കത് അറിയില്ല. ഞാൻ സാറേ മിക്കവാറും പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അത്രയും മനോഹരമായി ഭാഷ പഠിച്ച ഒരാളാണ് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവില്ല. അത്രയും ഭംഗിയാർന്ന രീതിയിലാണ് ഓരോ എഴുത്തും ഈ പറഞ്ഞ വിശപ്പും പ്രളയം ഉന്മാദവും ഒക്കെ അത്രയും നമ്മളെ ആ ഒരു ലഹരിയിലേക്ക് എത്തിച്ച പുസ്തകമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ സാർ കുറേ വായിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ സാർ ആ പെയിന്റ് മണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ വായിച്ചപ്പോഴാണ് ഇത്രയും പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ പോലും ചിന്തിച്ചത്. ഇത്രയും പുസ്തകങ്ങളെ കുറിച്ച് സാറ് വായിച്ചു എന്നുള്ളതിൽ അഭിമാനമാണ്. നമ്മളും തിരിച്ചറിയുന്നത് എത്രയും പുസ്തകങ്ങൾ അതിലൂടെയാണ് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഞാൻ അറിയാത്ത ഒരുപാട് പുസ്തകങ്ങൾ അതിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നതിന് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വായനക്കാരിയാണ് ഞാൻ. ഇപ്പോൾ അടുത്ത കാലത്ത് സാർ പറഞ്ഞ പോലെ അഖിൽ ധർമ്മജൻ്റെയും മുന്ന വിജയൻ്റെയും ഒക്കെ അവിടുന്ന് ശേഷം ആണ് ഈ സാർ ഇതിലേക്ക് വന്നത്. എന്നിരുന്നാലും അത്രയും മനോഹരമായിട്ടാണ് ഓരോ പുസ്തകവും എന്നുള്ളത് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് ഞങ്ങൾ പുസ്തകങ്ങൾ പ്രതീക്ഷിക്കുകയും വായനക്കാരായി ഞങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷം. നോക്കൂ, നിങ്ങൾ മറ്റൊരാളെ മുമ്പിലിരുത്തിയാണ് എൻ്റെ വായനയെ പറ്റി പറയുന്നത്. ചുമ്മാ അവിടെ ഒന്നും അറിയാത്ത പോലെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്, ഞാൻ ഏട്ടെന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ്. അദ്ദേഹത്തിൻ്റെ വായനയെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ വായനയെ പൊക്കി പുറമെ എനിക്ക് തൊലിയൊക്കെ ഉരിഞ്ഞു പോകും പോലെ തോന്നും. അല്ല സാറേ, ഞാനായിട്ട് വന്നതാണ്. അത്രയും ഓക്കെ, വായിച്ചു വന്ന് KLF എന്നാണ് ഞാൻ ആ പുസ്തകങ്ങൾ ആദ്യമായിട്ട് ഓക്കെ, കിട്ടി വായിച്ച് സന്തോഷം. പ്രണയം ഉന്മാദമാണ് ആദ്യം ആ, ഇനിയിപ്പോ വായനായിട്ട് വന്നതാണ്. ശരി, സന്തോഷം. ഞാൻ പറഞ്ഞു. മഞ്ചേരിക്കാരിയാണ്, അതുകൊണ്ട് പിന്നെ പോകാതെ ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ സൗഹൃദ നിലയിൽ. ഇതിപ്പോൾ പെരുവണിക്കാരുടെ ലോകസഞ്ചാരങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ അതിലെ പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ പോയാൽ നിങ്ങളെ കാശ് പോകും, വേറെ വർത്താനൊന്നും ഇല്ല. അല്ലാതെ മനസ്സിലാവില്ല. ശരിയാണ്. ഇനി വരാനുള്ളത് അത്ര പുസ്തകങ്ങൾ, 10 ലോകകഥകൾ ഞാൻ പറഞ്ഞല്ലോ. ഈ 10 ലോകകഥകളും തിരഞ്ഞു നടന്നാൽ നിങ്ങളെ കൈ പോവും. വേറെ എനിക്ക് എന്തെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയേക്കാം, റോയൽറ്റി കിട്ടുകയാണെങ്കിൽ. അതിലൂടെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആ പുസ്തകത്തെ കുറിച്ച് ആ പെയിന്റ് പണിക്കാനോ ഞങ്ങൾ കിട്ടും. നമ്മളത് വായിക്കാൻ പോയില്ലെങ്കിൽ കൂടിയും അതിലൂടെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാർ പുസ്തകത്തിന് സാധിക്കും. സന്തോഷം. ഒരു തമിഴൻ കുട്ടിക്ക് അത്രയെങ്കിലും സാധിച്ചു, അത് വലിയ കാര്യമല്ലേ. ഒത്തിരി സന്തോഷം. നോക്കൂ, നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദിക്കാന്ന് പറയാൻ, ചൊവ്വയിൽ ജീവൻ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറയാം. എനിക്കറിയാത്ത കാര്യം മസ്സിൽ പിടിച്ച് ഞാൻ ദാർശനിക മാനത്തിലേക്ക് ഉയർന്ന് അവിടെ കറങ്ങി ചാടുമൊന്നുമില്ല. എനിക്കറിയില്ല മക്കളെ, അറിയണം വേണ്ടാതെ എനിക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിലവിൽ വായിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ വായിച്ചതാണെങ്കിൽ എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ വായിക്കുന്നതിൻ്റെ അയലത്ത് ഞാൻ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ വായിക്കുന്നത് നിങ്ങളും വായിക്കുന്നുണ്ടാവും. ഇതിലൊക്കെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പുതിയ എഴുത്തുകാരെ വിമർശിക്കുന്നവർ അത്രയും ആലോചിച്ചാൽ മതി. എനിക്കിപ്പോൾ ബീഫ് ഇഷ്ടമല്ല എന്ന് കരുതി ബീഫ് ഒരു മോശം വസ്തു ആവുന്നില്ല. എനിക്കിപ്പോൾ സുധീർ സാർ ഇട്ടിരിക്കുന്ന കളർ ഡ്രസ്സ് എനിക്കിഷ്ടമല്ല എന്ന് വെച്ചാൽ അത് മോശമല്ല. അങ്ങനെ എടുത്താൽ മതി. ഇപ്പം അഖിലിനെ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെട്ടില്ല, അത് എനിക്കുള്ള പുസ്തകമല്ല, മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു സാഹിത്യത്തെ കൊന്നു കൊല വിളിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല. സാഹിത്യത്തിൽ എല്ലാ കാലത്തും മുട്ടത്ത് വർക്കി ഉണ്ടായിട്ടുണ്ട്, മല്ലിക യൂനിസ് ഉണ്ടായിട്ടുണ്ട്, കാനം ഈജ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ കാലത്തും പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തരം വായനക്കാരുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ ഭാഷയും ജീവിതശൈലി അവരുടെ സംസ്കാരവും വേറെയാണ്. ഞാനൊക്കെ എപ്പോഴും അന്തം വിട്ടിരിക്കാറുണ്ട്. ഈ കുട്ടികളെ സംസാരിക്കുന്നത് മലയാളമാണ്, പക്ഷേ എനിക്ക് കടന്നു വരുന്ന ഇംഗ്ലീഷ് വാക്കുകളും അവരെ ചെറിയും കളിയും പ്രയോഗവും അവർ ഇടപഴകുന്ന രീതി തന്നെ വേറെയാണ്. ഇത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ നിമ്നയ്ക്കും അഖിലിനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ പറ്റിയതുകൊണ്ടാണ് ആ പുസ്തകങ്ങൾ ഇത്ര വിറ്റ് പോകുന്നത്. അല്ലാതെ അതിൽ വലിയ മറ്റൊരു മാജിക്കൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളും ബന്ധപ്പെടുന്നത്, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ 2 എഴുത്തുകാർക്ക് വളരെ മനോഹരമായിട്ട് പറ്റിയിട്ടുണ്ട്. അത് എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഞാൻ തന്തവൈപ്പുള്ള ആളല്ലേ. അപ്പോൾ ഒരു 35 വയസ്സിന് മുകളിലുള്ളവരൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ എഴുത്തുകാരും കൂടെയുണ്ട്. അവരെ പരിഹസിക്കുന്നത് നിർത്തിയിട്ട് എനിക്കുള്ള പുസ്തകമല്ല എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അത് വായിക്കുന്നവർ വായിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അത് MDMA ഒന്നും അല്ലല്ലോ, പുസ്തകമല്ലേ. നിങ്ങൾ ലേറ്റർ ഇങ്ങനെ കൊളുത്തി കത്തിച്ചത് അങ്ങ് തീർന്നു പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കുക, അവിടെ തീർന്നു വിഷയം. ഖസാക്കിൻ്റെ ഇതിഹാസം താങ്കളെ വളരെ ഗാഠമായി സ്വാധീനിച്ചു എന്നാണ് വായിക്കാൻ മനസ്സിലായത്. ആ സ്വാധീനത്തിൻ്റെ കാരണവും ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വിശദീകരിക്കും. നോക്കൂ, ഖസാക്കിൻ്റെ ഇതിഹാസത്തെ പറ്റി എൻ്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഖസാക്ക് എന്നെ വായിച്ച കഥ. ഖസാക്കിൻ്റെ ഇതിഹാസത്തെ പറ്റി ഇപ്പോൾ അടുത്ത് ലീലാവതി സാറ് പറഞ്ഞൊരു അഭിപ്രായം സുധീർ സാർ എടുത്തിടുകയും അതിന് ഞാൻ വളരെ വളരെ എന്താ പറയുക, വേണോ വേണ്ടേ 10 വട്ടം ആലോചിച്ചിട്ട് കൊണ്ട അഭിപ്രായം എഴുതിയ ആളാണ് ഞാൻ അവിടെ. ഖസാക്കിൻ്റെ ഇതിഹാസത്തെ കവച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അതിന് മറികടക്കുന്ന ഭാഷ കൊണ്ടായാലും ശില്പഭംഗി കൊണ്ടായാലും ആഖ്യാനത്തിൻ്റെ ഭംഗി കൊണ്ടായാലും ഒരു നോവൽ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ചെറിയ പരിമിതമായ വായനയായിട്ട് മാത്രം നിങ്ങളതിനെ എടുത്താൽ മതി. ഖസാക്ക് ഞാൻ വായിക്കുന്ന ആദ്യം നോവലായിട്ടല്ല, ഖസാക്കിൻ്റെ ഇതിഹാസം അല്ല ഞാൻ ആദ്യം വായിക്കുന്നത്. ഈ ഖസാക്കിൻ്റെ ഇതിഹാസം ഇറങ്ങി കുറച്ചൊന്നിങ്ങനെ ക്ലച്ച് പിടിച്ച് വരുമ്പോൾ നമ്മൾ മലയാളിക്ക് എപ്പോഴും അങ്ങനെ പരിപാടി ഉണ്ടല്ലോ, ഫലമുള്ള മാവിൽ കല്ലെറിയാന്നുള്ളത്. അദ്ദേഹത്തിനെതിരെ ബംഗർവാടി എന്നുള്ള നോവലിൻ്റെ മോഷണമാണ് എന്നൊക്കെ ആരോപണം വന്നപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ് ഉപയോഗിച്ചത്. അദ്ദേഹം ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഞാൻ അതാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പോൾ അതിൽ ഖസാക്കിൽ നിന്നുള്ള മനോഹരമായ ഉദ്ധരണികൾ ഉണ്ടായിരുന്നു. മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂട് വിട്ട്. ഞാനത് വരെയും വായിച്ച ഭാഷയല്ല, അത് എൻ്റെ വീട്ടിലുള്ള ഭാഷയല്ല. ഞാൻ ബഷീറിനെ വായിക്കുന്നുണ്ട്, തകഴിയെ വായിക്കുന്നുണ്ട്, MDയെ വായിക്കുന്നുണ്ട്. അവരൊന്നും ഉപയോഗിച്ച ഭാഷയല്ല.
ആ ഭാഷയിൽ തലയും കുത്തി വീണിട്ട് പിറ്റേന്ന് രാവിലെ ജോലിക്കും കൂടി പോവാതെ ലൈബ്രറിക്ക് ഓടിയ മനുഷ്യനാണ് ഞാൻ ഖസാക്ക് എടുക്കാൻ. അതുകൊണ്ട് തന്നെ പലയിടത്തും ഞാൻ പറയാറുണ്ട്, ഖസാക്കാണ് എൻ്റെ മതഗ്രന്ഥം. ഇത് പറയുന്നതിന് എനിക്കിപ്പോഴും യാതൊരു വിനയ് തോമസിൻ്റെ ആ നോവലേറ്റ് വന്നതിന് ശേഷവും ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഖസാക്കാണ് എൻ്റെ മതഗ്രന്ഥം. എൻ്റെ ഏട്ടത്തിയമ്മ മരിച്ചപ്പോൾ എനിക്ക് ആ ഒരു ദുഃഖം കവർ ചെയ്യാൻ ഞാൻ ഖസാക്ക് തുറക്കുകയാണ് ചെയ്തത്. ആളുകൾ ബൈബിൾ തുറക്കുന്ന പോലെ, ഖുർആൻ തുറക്കുന്നത് പോലെ, ഭൗതികത തുറക്കുന്ന പോലെ ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം തുറക്കുന്നു. എൻ്റെ വ്യക്തി ദുഃഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കതിൽ 2 പേജ് വായിച്ചാൽ എനിക്കത് മാറും. എല്ലാവർക്കും അത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് ഭഗവത്ഗീത തുറക്കേണ്ടി വരാം, ഖുർആൻ തുറക്കേണ്ടി വരാം, ബൈബിൾ തുറക്കേണ്ടി വരാം. അതൊരു മോശം കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഇതാണ്. അതാണ് എൻ്റെ മതഗ്രന്ഥം. എൻ്റെ ജീവിതത്തെ എപ്പോഴെങ്കിലും ഞാനൊക്കെ തളർന്നു പോകുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത്, സൈക്കാട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ഒരു റിക്കവറിന് വേണ്ടിയിട്ട് വായിക്കാനെടുക്കുക. അപ്പോൾ അത് എൻ്റെ ചോരയിൽ ഇങ്ങനെ കലർന്ന് കിടക്കുകയാണ്. നിങ്ങളത് ഖസാക്കിനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഈ പറയലൊന്നും ഇല്ലാതെ ഞാൻ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചു പോകും. നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്തായാലും ഖസാക്കിന് ശേഷം നോവലുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. മനുഷ്യരാമുഖമുണ്ട്, എടുത്ത് പറയുന്നില്ല, സുധീരേട്ട അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ തന്നെ ലജ്ജയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നോവലുകളുണ്ട്. ഇനിയും ഒരുപക്ഷെ ഖസാക്കിനെ മറികടക്കുന്ന നോവലുകൾ പുതിയ കുട്ടികളിൽ നിന്ന് വന്നേക്കാം. പോസ്റ്റ് കൊറോണ കാലമുണ്ട്, പോസ്റ്റ് മൊബൈൽ കാലം ഉണ്ട് വരാൻ. ഈ മൊബൈൽ വന്നതിന് ശേഷമുള്ള ഒരു തലമുറയുണ്ട്. അവരുടെ ജീവിതം എന്താണ്, സംസ്കാരം എന്താണ്, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ രാഷ്ട്രീയം എന്താണ്, ഇതൊക്കെ സാഹിത്യത്തിലൂടെ വരാനാവുന്നതേ ഉള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നിട്ടില്ല കൃത്യമായിട്ട്. നിമ്നയൊക്കെ ഒരു അരികിലേ തൊട്ടിട്ടുള്ളൂ. പുതിയ പുതിയ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതൊക്കെയോ പ്രതിഭ എവിടെയോ ഇരുന്ന് എഴുതുന്നുണ്ടാവാം. നമ്മളെ ലോകത്തെ അറിയിക്കാനുള്ള ഒരു പുസ്തകം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം ആരെങ്കിലുമൊക്കെ, മലയാളി കുട്ടികൾ. അതൊരു പെൺകുട്ടി ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. ഭാഷയുടെ ലിറിക്കൽ ഭംഗിക്കപ്പുറത്ത് ഖസാക്ക് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യബോധം എന്താണ്? ഒരു പുസ്തകം നിങ്ങൾക്ക് എന്തെങ്കിലും മൂല്യം പകർന്നു തരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങളെ സാഹിത്യത്തോടുള്ള കാഴ്ചപ്പാട് മാറിയെന്ന് ഞാൻ വിനീതമായിട്ട് പറയും. ഒരു പുസ്തകവും നിങ്ങൾ മുൻകൂട്ടി കരുതി വെച്ചൊരു മൂല്യവും പകർന്നു തരില്ല. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നിങ്ങൾക്കൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ ആത്മാവും എഴുതിയ ആളുടെ ചുമതലയും കടമയും നിങ്ങളെ കാശും വിലപ്പെട്ട സമയവും കൊടുത്തത്. ഖസാക്ക് പ്രത്യേകിച്ച് മൂല്യമൊന്നും മുന്നോട്ട് വെക്കുന്നില്ല. അതൊരു അരാജകത്താണ് മുന്നോട്ട് വെക്കുന്നതിനുള്ള വാദം പതിറ്റാണ്ടുകളായിട്ട് മലയാളി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനെപ്പറ്റി ഗംഭീര പുസ്തകങ്ങൾ തന്നെയുണ്ട്. ഞാനതിനെപ്പറ്റി തർക്കിക്കാനൊന്നും ആളല്ല. ഏത് പുസ്തകമാണ് നിങ്ങൾക്ക് മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ കുറച്ചിങ്ങോട്ട് പറഞ്ഞു തന്നാൽ അപ്പോൾ ഖസാക്കിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എൻ്റെ വായനയിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്ന പുസ്തകം ഏതോ അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. അതിൽ പല സ്വാധീനങ്ങളുണ്ട്. ഞാൻ ജീവിച്ച എൻ്റെ ജീവിതം, എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം, ഇതൊക്കെ എൻ്റെ വായനയെ സ്വാധീനിക്കും, നിങ്ങളെയും സ്വാധീനിക്കും. സമൂഹമാണല്ലോ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പുസ്തകം ഇന്ന മൂല്യം എനിക്ക് പകർന്നു തരണം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്ന കുതിപ്പുണ്ടാക്കണം, ഇന്ന അനീതിക്കെതിരെ അക്കട്ടിട്ട് ഇങ്ങനെ ഇന്ന അനീതിക്കെതിരെ എഴുത്തുകാരൻ പ്രതികരിക്കണം, അത് കൃതിയിൽ ഉണ്ടാവണം, ഇതൊക്കെ വായനക്കാർക്ക് പറയാം എന്നല്ലാതെ എഴുതുന്ന സമയത്തിൽ എഴുത്തുകാരൻ ഉദ്ദേശിച്ചൊരു മൂല്യം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഖസാക്കിനുണ്ട്. അത് ഒരു കഥയിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ കഥ എടുത്തു മാറ്റിയാൽ എന്ത് ബാക്കിയാവുന്നോ അതാണ് ആ പുസ്തകത്തിൻ്റെ മൂല്യം എന്ന് പറയും, അല്ലെങ്കിൽ ആത്മാവെന്ന് നമുക്ക് പറയാം. ഖസാക്കിൽ നിങ്ങൾ 2-3 തവണ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അതിൽ പലതുമുണ്ട്. കാലിൽ ചെരുപ്പിടാതെ ഖസാക്കിൽ നിന്ന്, തസ്രാക്കിൽ നിന്ന് പാലക്കാട് വരെ സൈക്കിൾ ചവിട്ടി പോയി ഒരു അസുഖമില്ലാത്തൊരു അന്യമതത്തിൽപ്പെട്ട കുട്ടിക്ക് മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട് അതിലെ നായകൻ. അത് ഇക്കാലത്ത് വലിയൊരു കാര്യം, അന്നത്തെ കാലത്ത് ഒരു വിഷയമല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഈ മൂല്യബോധം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പിടുത്തവും കിട്ടിയില്ല. നിങ്ങളെ മൂല്യം അല്ല മറ്റൊരാൾ മൂല്യമായിട്ട് കാണാം, അല്ലേ? നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം. എനിക്ക് വേറൊരു വേർസനം അതിനെപ്പറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഖസാക്കിനെ പറ്റിയുള്ള ആരോപണം പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. ഇപ്പോഴും കല്ലേറ് നടക്കുന്നുണ്ട്. ഇപ്പോഴും അത് വായിക്കുന്ന കുട്ടി, എൻ്റെ രണ്ടാമത്തെ മകൾക്ക് 18 വയസ്സാണ്. അവൾ 2 വട്ടം ഖസാക്ക് വായിച്ചു, അവളെ കൂട്ടുകാരത്തി വായിച്ചു. അതേസമയം 30-35 വയസ്സുള്ളവർക്ക് ഖസാക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ വായനക്കാരനും എഴുത്തുകാരും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അത് ലിങ്കാവിനോടുത്ത് എന്താണോ നിങ്ങൾക്ക് വേണ്ട മൂല്യം അത് അതിൽ നിന്ന് കിട്ടും. അതിനപ്പുറം ഒരു പുസ്തകം നിങ്ങൾക്ക് ഒരു മൂല്യവും പകർന്നു തരില്ല, നിങ്ങളുടെ ജീവിതത്തെ മൊത്തം പരിവർത്തനപ്പെടുത്തുകയൊന്നുമില്ല ഒരു പുസ്തകവും. എൻ്റെ കാര്യത്തിൽ ഖസാക്ക് പരിവർത്തനം വരുത്തിയത് അദ്ദേഹത്തിൻ്റെ മാന്ത്രികമായ ഭാഷയാണ്, ആഖ്യാന ശൈലിയാണ്. അത് നിങ്ങളിൽ വർക്കൗട്ട് ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു പുസ്തകമാവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരാം. നിങ്ങളുടെ ചോദ്യത്തിലുള്ള ഉത്തരം ഇപ്പോഴും ആയിട്ടുണ്ടാവില്ല. ഞാൻ കാട് കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. നമ്മളെ നളിനി ജമീലയുടെ ആത്മകഥ, പൊക്കുടൻ്റെ ആത്മകഥ, അതൊക്കെ വന്ന് അരികുവൽക്കരിക്കപ്പെട്ട കുറേ, അതായത് മാറ്റി നിർത്തപ്പെട്ട ആളുകളുടെയൊക്കെ ആത്മകഥകൾ വന്ന് നല്ല മാർക്കറ്റ് കിട്ടിയല്ലോ നമുക്ക്. അതിൻ്റെ തുടർച്ചയിലാണോ ഇപ്പോൾ വരുന്ന ഒരു ആത്മകഥ, ഈ അനുഭവങ്ങളുടെ ഒരു ആവിഷ്കാരം അതിൻ്റെ തുടർച്ച തന്നെയാണോ, അതോ എന്തുകൊണ്ടാണ് ഇപ്പം ഈ അനുഭവങ്ങൾക്ക് ഇത്രമാത്രം ആളുകൾ വായിക്കാൻ കാരണം എന്താണെന്ന് അബ്ബാസ് ഒന്ന് പറയാമോ? അനുഭവങ്ങളുടെ കാര്യത്തിൽ രസകരമായിട്ട് പറയാവുന്നത് ഒളിഞ്ഞു നോട്ടത്തിൻ്റെ ഒരു സുഖമുണ്ടല്ലോ.
ഫസ്റ്റ് നമുക്കതെടുക്കാം. എൻ്റെ കാര്യത്തിൽ അതാ വായനക്കാരൊക്കെ ആദ്യം പറയാം, "അബ്ബാസിന് ഇത്ര പ്രണയം ഉണ്ടായിരുന്നോ? അയ്യോ! അതൊരു സ്ത്രീയാണ് എഴുതിയെങ്കിൽ പറയും വേണ്ട വില്ലട്ടാ." പിന്നെ അത് അവരെ ഒറിജിനൽ പ്രണയവും രതിയും ഒക്കെ അത് ഒറിജിനലായിട്ട് പറയും. ഞാൻ പുരുഷനായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ആ അനുഭവങ്ങൾ എഴുതിയതിൽ. അതും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഇണയും മക്കളും എനിക്ക് ഉള്ളതുകൊണ്ട്. അനുഭവങ്ങളെ വായനക്കാരെ ആകർഷിക്കുന്ന ഒന്നാമത്തെ ഘടകം മലയാളിയുടെ കാര്യം ഞാൻ പറയുന്നില്ല. മലയാളിക്ക് ആ ഒളിഞ്ഞുനോട്ടം ഭയങ്കര പ്രശ്നമാണല്ലോ. ഭയങ്കര രസം പകരുന്നൊരു കാര്യമാണ്. അപ്പുറത്തെ അയൽവാസിയുടെ കിടപ്പറയിലേക്ക് നോക്കിയാൽ കിട്ടുന്ന ആനന്ദം ഉണ്ടല്ലോ, അതിന് മറ്റൊരു പതിപ്പായിരിക്കാം ഇതിൽ കിട്ടുന്നത്. പക്ഷെ നളിനി ജമീലയുടെ ആത്മകഥ നമുക്ക് ആ തരത്തിൽ പെടുത്താൻ പറ്റില്ല. അവർ അതിജീവിച്ച് വന്നൊരു കാലം, അവർ ചെയ്ത തൊഴിൽ, അതൊക്കെ അതിൽ അടയാളപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് അവർ വിവരിക്കുന്നുണ്ടല്ലോ. എൻ്റെ കാര്യത്തിൽ അനുഭവം എഴുതിയപ്പോൾ തെറിവിളിയെ കിട്ടിയിട്ടുള്ളൂ. കൃത്യം മതത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യന്മാർ കവലയിൽ വെച്ച് നമ്മൾ സുഡാപ്പികൾ, ഞാൻ സുഡാപ്പി എന്ന് വിളിക്കുന്ന ആൾക്കാർ കോളർ പിടിച്ച് കുലുക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അനുഭവം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ 4 10 വട്ടം ചിന്തിച്ചിട്ട് അനുഭവം എഴുതിയാൽ മതി. നിങ്ങളൊരു പുരുഷനാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ 100 150 വട്ടമോ ചിന്തിച്ചിട്ട് സ്വന്തം അനുഭവം എഴുതിയാൽ മതി. ആ പരിസ്ഥിതിയാണ് കേരളത്തിൽ. നമ്മൾ ഒരുപാട് ഇന്നസെൻ്റ് സിനിമ ഇപ്പോൾ സമ്പൂർണ്ണ അക്ഷരത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ അപ്പം അറിയാം എന്താണെന്നുള്ളത്. അതേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ എൻ്റെ പുസ്തകമായാലും ആരുടെ അനുഭവ പുസ്തകമായാലും നിങ്ങളെ മനസ്സിൽ, വായിക്കുന്ന ആളുടെ മനസ്സിൽ ഇത്തിരി നന്മയും കരുണയും ഉണ്ടെങ്കിലേ അത് വർക്കൗട്ട് ആവുള്ളൂ. എൻ്റെ പുസ്തകം വായിച്ചിട്ട് ആർക്കൊക്കെ കണ്ണ് നിറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, നിങ്ങളുടെ ഉള്ളിൽ നന്മ ഉള്ളത് കൊണ്ടാണ് കണ്ണ് നിറഞ്ഞത്, അല്ലാതെ എൻ്റെ എഴുത്തിൻ്റെ ശക്തി കൊണ്ടല്ല. ഞാനത് ഗോവിന്ദച്ചാമിക്ക് കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തിന് വായിച്ചിട്ട് കണ്ണ് നിറയല്ലോ. ട്രെയിനിൽ നിന്നൊരു പെൺകുട്ടിയെ തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന വ്യക്തിക്ക് എൻ്റെ പുസ്തകം കൊടുത്താൽ വർക്കൗട്ട് ആവില്ല. നിങ്ങളുടെ ഉള്ളിൽ നന്മയും കരുണയും സ്നേഹവും ആർദ്രതയും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യവുമായിട്ട് ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഏത് എഴുത്തുകാരൻ പറയുന്ന കാര്യമായിട്ടും. അനുഭവത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത്. നിങ്ങൾക്ക് മതം വിമർശിക്കാൻ പറ്റില്ല, രാഷ്ട്രീയം വിമർശിക്കാൻ പറ്റില്ല. മുഹമ്മദ് അബ്ബാസ് പറഞ്ഞ സുഡാപ്പിയായി, മോഹനം പറഞ്ഞ സംഖ്യയായി, ജോസഫ് പറഞ്ഞ ക്രിസ്ത്യങ്കിയായി. ഇപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉള്ളത്. അതുകൊണ്ട് അനുഭവം എഴുതുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും അടി വരാം, ഇഷ്ടപോലെ ചാൻസ് ഉണ്ട് അടി വരാൻ. അത്ര അനുഭവത്തെ പറ്റി പറയാനുള്ളൂ. ഞാൻ എഴുതിയ ആളാണല്ലോ, അനുഭവങ്ങൾ കുറേ ആയി എഴുതണം. ശരി സുഹൃത്തെ, നിങ്ങൾ ചോദ്യത്തിലുള്ള ഉത്തരമായിട്ടുണ്ടാവില്ല എനിക്കറിയാം. സാറിൻ്റെ ആദ്യത്തെ പുസ്തകമായ പെയിന്റ് പണിക്കാരൻ, അതിൻ്റെ ശേഷം വന്ന ഞാൻ 3-4 പുസ്തകം വായിച്ചിട്ടുണ്ട്. അവസാനത്തെ അനസിൻ്റെ കുമ്പസാരം, അതിന് മുമ്പ് വെറും മനുഷ്യർ. ഏകദേശം ഒരു ശൈലി സാറിൻ്റെ തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ശൈലി തന്നെയാണ് എല്ലാവരും. കാരണം അത്രയും ആരാധകരും എഴുത്തുകാരും അത്രത്തോളം പുകഴ്ത്തുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പക്ഷേ അതൊരു ടിപ്പിക്കലായിട്ട് ഒരേ ശൈലിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയങ്ങൾ ഇപ്പോൾ ഈ പിന്നെ തുടരെ വരുന്ന പുസ്തകങ്ങളിലേക്ക് ഞങ്ങൾക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കളം മാറ്റി ചവിട്ടൽ വരാനുള്ള സാധ്യത ഉണ്ടോ? നമ്മുടെ ബെന്യാമിൻ സാറിനെ പോലെയൊക്കെ, മഞ്ഞവിൽ മരണങ്ങളെ പോലെയൊക്കെ, അങ്ങനെ എന്തെങ്കിലും മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ വായിക്കുന്നത് നിങ്ങളെക്കാളും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DC വഴി ഇനി വരാനുള്ള നോവലിൽ നിങ്ങൾ എൻ്റെ ആ സ്ഥിരം കണ്ണീര്, വിശപ്പ്, പ്രണയം, ഉന്മാദ ടൈപ്പ് സാധനം കാണില്ല. മാതൃഭൂമി വഴി വരുന്ന പുസ്തകങ്ങൾ, ലോകകഥയുടെ ആസ്വാദനത്തിൽ ഒരിക്കലും നിങ്ങളത് കാണില്ല. നിലവിൽ എഴുതിയ എൻ്റെ ജീവിതം അതും കൂട്ടിക്കുഴച്ച് എഴുതുന്ന പരിപാടി ഉണ്ടല്ലോ, നോവലോ കഥയോ എന്തോ ആവട്ടെ, എൻ്റെ ജീവിതാനുഭവം അത് കൂട്ടിക്കുഴച്ചെന്ന കലാപരിപാടി നിർത്തിയിട്ടുണ്ട്. കാരണം വായനക്കാർക്ക് ഒരു പരിധി എത്തുമ്പോൾ ബോറടിക്കും. അതെനിക്ക് മനസ്സിലാവും. വായനക്കാർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അബ്ബാസ് ക ഓവർ അല്ലേ എന്ന് മെസ്സഞ്ചറിൽ വന്ന് ഒരാൾ ചോദിച്ചാൽ മതി, എനിക്ക് കത്തും, മതി നിർത്തിക്കോ എന്നുള്ള സൈറനാണത്. ഇനി എന്തായാലും അത്ര ആവർത്തനങ്ങൾ ഉണ്ടാവില്ല, എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. എന്നോട് സുധീർ സാറാണ് പറഞ്ഞിട്ടുണ്ട്, അനുഭവം എഴുത്ത് നിർത്തിയിട്ട് നോ ഫിക്ഷനിലോട്ട് കിടക്കണം, ഗൗരവമായിട്ട് കിടക്കണം. ഗൗരവമായിട്ട് കിടക്കാനുള്ള പ്രതിഭയൊന്നും എനിക്കില്ല. ബെന്യാമിൻ സാറിൻ്റെ പ്രതിഭ ഉണ്ടെങ്കിൽ ഞാനൊക്കെ എവിടെ എത്തേണ്ട ആളല്ലേ. എന്തായാലും മാറ്റങ്ങളുണ്ടാവും. വായനക്കാരെ ബോറടിപ്പിക്കുക, കൊല്ലുക എന്നുള്ളത് വലിയ കാര്യം. കോട്ടുവായി ഇടാതെ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കാൻ പറ്റുന്നതും ഉള്ള ചെറിയ ലക്ഷ്യം എൻ്റെ എഴുത്തിനുള്ളൂ. നിങ്ങളെ ബോറടിപ്പിക്കരുത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും ബോറടിക്കില്ല എന്നാണ് സിനോജ് എൻ്റെ ഉറച്ച വിശ്വാസം. നമുക്ക് നോക്കാം. ശരി. അബ്ബാസെ, ഈ അനുഭവങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത്രയും അനുഭവമുള്ള ഒരാൾ അനുഭവങ്ങൾ നേരിട്ട് എഴുതുന്നതിന് പകരം അത് സാഹിത്യമായിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങളെ ഫിക്ഷണലൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാള ഭാഷയ്ക്ക് ഏറ്റവും സമഗ്രമായ ഒരു നോവൽ കിട്ടുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാ എഴുത്തുകാരൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങളാണ് അയാളുടെ സാഹിത്യമായിട്ട് വരുന്നത്. അപ്പം അനുഭവം അത് നേരിട്ട് അനുഭവമായിട്ട് എഴുതുമ്പോഴേക്ക് ഈ പറയുന്ന ആരോപണങ്ങളും ഈ പറയുന്ന പ്രതിസന്ധികളും ഉണ്ടാകും. മാത്രമല്ല അത് ഈ റിപ്പീറ്റേഷൻ വരാം, അതൊക്കെ വരും. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇതിൽ നിന്നുള്ള ഒരു കൃതിയായിട്ട് അത് വന്നിരുന്നെങ്കിൽ, അബ്ബാസ് അല്ലാതെ വന്നിരുന്നെങ്കിൽ അതിനൊരു വേറൊരു ഈ തലം ഉണ്ടാവും, ഒരു വലിയൊരു സാഹിത്യ കൃതിയായിട്ട് അത് വരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ കണ്ടുകൂടി അതിനെ. ഞാൻ അങ്ങനെ തന്നെ അതിനെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിർഭാഗ്യവശാൽ എന്താ സംഭവം എന്ന് അറിയാം, കഴിഞ്ഞുപോയി. അല്ലല്ല, സമയം കഴിഞ്ഞല്ല. വിശപ്പ്, പ്രണയ, ഉന്മാദത്തിലെ പല കുറിപ്പുകളും കഥാരൂപത്തിൽ ഞാൻ എഴുതിയിട്ട് മാതൃഭൂമിക്കും സമകാലിക മലയാളത്തിനും കലാകൗമുദിക്കും അയക്കപ്പെടുകയും, അന്നത്തെ കാലത്ത് മെയിലില്ലല്ലോ, അപ്പോൾ ഞാൻ അയക്കുമ്പോൾ ഒന്ന് ഒട്ടിച്ചു പോയി പേജ് ഇവർ വായിക്കുന്നുണ്ടോ എന്ന് പറയാം. അവർക്ക് സമയം ലൈറ്റാവും ചിലപ്പോൾ. അപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ മടങ്ങി വന്നതാണ്. ഞാൻ അതിലെ സാഹിത്യ ഭംഗി മുഴുവൻ ചോർത്തി കളഞ്ഞു. യഥാർത്ഥ എൻ്റെ അനുഭവം എന്താണോ അത് എടുത്ത് ഫേസ്ബുക്കിലിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന അനുഭവങ്ങൾ എഴുതി തീർന്നിട്ടില്ല. ഇപ്പോൾ
1 മണിക്കൂറിൻ്റെ അനുഭവം എഴുതാൻ ജെയിംസ് ജോയ്സിൻ്റെ നോവൽ എന്തായിരുന്നു, യുളീസസ്, ഒരു ദിവസത്തെ 1 മണിക്കൂറിൻ്റെ. അപ്പോൾ അനുഭവങ്ങൾ ഇനി ദീർഘമായിട്ട് കിടക്കുകയാണ്. അത് തീർച്ചയായിട്ടും അനുഭവങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് മഹാപൗറാണ്. അതിന് നല്ല ബോധ്യമുണ്ട് ആ കാര്യത്തിൽ. വായനക്കാരെ കോട്ടുവായി ഡിപ്പിക്ക് പോരടിക്കുന്ന പരിപാടി ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല ഒരു എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന്. മിനിമം ആ ഒരു നീതിയാണ് പുലർത്തേണ്ട വായനക്കാരെ. കാശ് കൊടുത്ത്, വിലപ്പെട്ട കാശ് കൊടുത്ത്, വിലപ്പെട്ട സമയം ചെലവഴിച്ച ഒരു വായനക്കാരനോ വായനക്കാരോ വാങ്ങിയാൽ അവരെ കോട്ടുവായി ഇടിക്കാതിരിക്കുക. പണ്ടാരെന്ന് പറഞ്ഞാൽ അവർക്ക് മടക്കി വെക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. ഇതുവരെ എൻ്റെ പുസ്തകത്തിൽ ഒന്നിനായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള അവസരം ഇനി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അതങ്ങനെ സാഹിത്യം നോക്കിയിട്ട് ശ്രമിച്ചിട്ട് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാനത് അതിലെ അനുഭവങ്ങൾ മാത്രം എടുത്തിട്ട് എഴുതാൻ തുടങ്ങിയത്. അപ്പോഴാണ് പിന്നെ അതൊരു കുറച്ച് ക്ലച്ച് പിടിച്ചത്. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. എനിക്കൊന്ന് ഒറ്റ ചോദ്യത്തോടുകൂടി ഇവിടെ നിമ്ന വന്നിട്ടുണ്ട്. നിമ്ന ഈ സംഭാഷണത്തിൽ അബ്ബാസ് ഒരുപാട് നേരം പറഞ്ഞത് നിമ്നെ കുറിച്ചും അഖിലിനെ കുറിച്ചുമാണ്. സാഹിത്യം ഏത് രീതിയിലാണ് വായിക്കപ്പെടേണ്ടതിനെ കുറിച്ചുള്ള വലിയ അബ്ബാസിന്റെ നിരീക്ഷണങ്ങൾ വന്നിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അബ്ബാസ് തമിഴ് മാത്രം അറിയുന്ന, മലയാളം അറിയാത്ത ഒരു കുട്ടിയായിട്ട് മലയാളത്തെ പഠിച്ചെടുത്ത് സാഹിത്യം വായിക്കുകയും ഇന്നിപ്പോൾ തിരിച്ച് വേദികൾ, മലയാളിയുടെ വേദികളിൽ പലയിടത്തും നിറഞ്ഞ വേദികളിൽ തന്നെ നിൽക്കാൻ കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അബ്ബാസിന് എന്ത് തോന്നുന്നു എന്നുള്ള ആ ഉത്തരത്തോടുകൂടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സന്തോഷം. നോക്കൂ, വല്ലാത്ത ആനന്ദമുണ്ട്. എന്നെ കേൾക്കാൻ 10 പേരെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ബസ് ബോർഡ് വായിക്കാൻ അറിയാതെ വഴിയിൽ ഇറക്കി വിടപ്പെട്ട ഒരു കുട്ടി. ഇങ്ങനെ നമ്മളെ സിസ്റ്റം ഇങ്ങനെ, എനിക്ക് ഒരിക്കലും ഇങ്ങനെ നിങ്ങളെക്കാൾ ഇച്ചിരി പൊക്കത്തിലിരിക്കുന്ന ഒരിക്കലും ഇഷ്ടമുള്ള ആളല്ലായിരുന്നു. പക്ഷെ നമ്മളെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്നെ പിടിച്ചിരുത്തിയതേ ഉള്ളൂ. പക്ഷേ അത് തരുന്നൊരു സന്തോഷം വലുതാണ്. എനിക്ക് മാത്രമല്ല, ഇപ്പം നിലവിൽ എഴുതാൻ ആരെങ്കിലും ഭാഷ കൃത്യമായിട്ട് അക്കാദമിക് പഠനമോ സ്കൂൾ പഠനമോ ഇല്ലാത്തൊരു വ്യക്തി എഴുതാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് കൂടി ഞാൻ പ്രചോദനമാണ്. അങ്ങനെ കുറേ പേര് എന്നോട് പറയാറുണ്ട്, അബ്ബാസ്ക നിങ്ങളെ എടുത്ത് വായിച്ചിട്ടാണ് നമ്മൾ എഴുതി തുടങ്ങിയത് ഇട്ടാണ്. അത്രയെങ്കിലും സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് മനുഷ്യരുടെ സ്നേഹം. അതിലപ്പുറം എനിക്ക് വരുന്ന കോളുകൾ മുഴുവൻ ഈ ഉന്മാദവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ സ്ത്രീകൾ, അധികം സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. ലൈംഗിക അതിക്രമം നേരിട്ടവർ, ഇവരൊക്കെ രാത്രി 1 മണി 2 മണി വരെ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നോട് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ്. അതൊരു സൈക്കോളജിസ്റ്റിന് പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. രാത്രി 1 മണിക്ക് വിളിച്ചൊരു പുരുഷനോട് ഒരു സ്ത്രീക്ക് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടിയ വലിയ അംഗീകാരം അതാണ്. അവാർഡ് ഭാഗ്യത്തിന് കട്ടപ്പ പുരസ്കാരം പോലും കിട്ടാത്തൊരു എഴുത്തുകാരനാണ് ഞാൻ. കീലേരി അച്ചു പുരസ്കാരം കിട്ടിയിട്ടില്ല, അത് കിട്ടാതിരിക്കട്ടെ. ഏറ്റവും വലിയ പുരസ്കാരം 2 മണിക്കൊക്കെ സ്ത്രീകൾ വിളിച്ചിട്ട് അവരെ ഈ കടന്നു വന്ന ട്രോമയുണ്ട്. ഇപ്പോൾ വേടൻ്റെ കാര്യത്തിലിട്ട പോസ്റ്റ് ഞാൻ പിൻവലിക്കാൻ കൂടി കാരണം അങ്ങനത്തെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചത് കൊണ്ട് തന്നെ ഞാൻ പിൻവലിച്ചതാണ്. അപ്പോൾ അത് മറ്റൊരു എഴുത്തുകാർക്കും കിട്ടാത്ത ഒരു വലിയ പുരസ്കാരമായിട്ട് ഞാൻ കാണുന്നു. അത്തരം ആളുകൾ അവരെ കേട്ടിരുന്നാൽ മതി. അവർക്ക് നമ്മൾ ഒന്നും കൊടുക്കാനില്ല, ഉപദേശം നിർദ്ദേശം ഒന്നും വേണ്ട. അവരെ കേൾക്കുക. സഹജീവിയെ കേട്ടിരിക്കാൻ ആർക്കും സമയമില്ലെന്ന്. എനിക്ക് എൻ്റെ ഇണ വളരെ നല്ലൊരാളായതുകൊണ്ട് തന്നെ സ്പീക്കറിൽ ഇട്ടോ ഇടാതോ എനിക്ക് അവരെ ചോദ്യം അവർ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടിരിക്കുക ചെയ്യാം. ഒന്നും എനിക്ക് നിർദ്ദേശിക്കാനുള്ള പരിഹാരം പറയാനോ. പക്ഷേ അവർ ഹാപ്പിയാണ് വിളി കഴിയുന്നതോടുകൂടി. അതിലും വലിയൊരു അംഗീകാരം ഒരു എഴുത്തുകാരെ കിട്ടാനില്ലല്ലോ. അപ്പോൾ സന്തോഷം. നിമ്ന ഇവിടെ എത്തിയിട്ടുണ്ട്. നിമ്ന ഓക്കെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.